ഇന്നലെ ഞങ്ങൾ അന്ന് രാവിലെ 9 മണി മുതൽ രാത്രി 8:30 വരെ ഞങ്ങൾ മുതലാളിയുടെ ഹെഡ് ഓഫീസിൻ്റെ വാതിലിൽ കിടന്ന് ഞങ്ങൾക്ക് ഗേറ്റ് തുറന്നു തന്നില്ല. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലായിരുന്നു. പാവപ്പെട്ട തൊഴിലാളികളുടെ തലയെണ്ണി കാശ് വാങ്ങിച്ചുകൊണ്ട് കടം കയറ്റിയിട്ട് അയാൾ ഉന്നതനായി പണക്കാരനായി പോയതേ ഉള്ളൂ. പാവപ്പെട്ട തൊഴിലാളികൾ ഇപ്പോഴും രോഗികളായി, ക്യാൻസർ രോഗികൾ, പല പല അസുഖങ്ങളായിട്ട് രോഗികൾ ഇപ്പോഴും കിടക്കുകയാണ്. 35-40 വർഷക്കാലം ഓരോ തൊഴിലാളിയും പണിയെടുത്ത അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി പിടിച്ച തുക, അതാണ് ഗ്രാറ്റുവിറ്റി ആയി കൊടുക്കുന്നത്. മാനേജ്മെന്റ് ഒരു ഔദാര്യമല്ല. മാമ്മൂട്ടി നട്ട്സ് കമ്പനിയിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ 8 മണി ആവാറായി. ഞങ്ങൾ ഇതുവരെയും പോയിട്ടില്ല. രാവിലെ 9 മണിക്ക് ഹെഡ് ഓഫീസിൽ ഇരിക്കാൻ തുടങ്ങിയാണ്. വീണ്ടും ഞങ്ങൾ ഇവിടെ മാമ്മൂട്ടി നട്ട്സ് കമ്പനിയിൽ വന്നിരിക്കുകയാണ്. എല്ലാ അമ്മമാരുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, എല്ലാവരും അടങ്ങുന്ന. രാവിലെ മുതൽ ഞങ്ങളൊന്നും കഴിക്കാതെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. എത്ര വർഷമായി ഇതിപ്പോൾ തൊഴിലില്ലാതെ? 9 വർഷം കഴിഞ്ഞു, 10ാമത്തെ വർഷമാണ്. ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടാറുണ്ട്. ഒന്നും കൊടുത്തിട്ടില്ല. എത്ര വർഷമായവരൊക്കെ ഉണ്ട്? 45 വർഷം മുതലുള്ളവർ ഇങ്ങോട്ടുണ്ട്. ഞങ്ങൾ 10-600 തൊഴിലാളികളുണ്ട്. കിട്ടിയിട്ടില്ല. അത്രയും പേര് മരിച്ച്. എത്ര ക്യാൻസർ രോഗിയുണ്ട് ഇവിടെ. ഇപ്പോഴും ഇന്നും ക്യാൻസർ രോഗികൾ മുതലാളിയുടെ മുമ്പിൽ ചെന്നിട്ട് മുതലാളി എന്താണെന്ന് ചോദിക്കാൻ ഇറങ്ങി വരത്തില്ല. തൊഴിലാളികളെ മുമ്പിൽ വന്ന് മുഖം പോലും കാണിച്ചില്ലെന്ന്. മുതലാളിയും മുതലാളിയുടെ മോനും കൂടെ ഞങ്ങളെ നേരെ ചൂടായിട്ടുണ്ട്. 2015 കമ്പനി അടച്ചതാണ്. ഇത്രയും വർഷമായി, 9 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കമ്പനി അടച്ചിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അവകാശമൊന്നും തന്നിട്ടില്ല. 45 വർഷം മുതൽ ഇങ്ങോട്ട് ജോലി ചെയ്തവരുണ്ട്, 25 വർഷമുള്ളവരുണ്ട്, 20 വർഷമുള്ളവരുണ്ട്. അങ്ങനെ ഓരോരുത്തരും ജോലി ചെയ്തിട്ട് ഇത്രയും നാളായിട്ട് ഞങ്ങൾ മുതലാളിയുടെ മുമ്പും പുറവും നടക്കുന്നു. കഴിഞ്ഞ നവംബർ 30-ാം തീയതി ഞങ്ങൾക്ക് തരാമെന്ന് ലാസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ മുതലാളി പറഞ്ഞ് ഡിസംബർ 31-നകത്ത് ഞങ്ങൾക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു അവകാശം. അങ്ങനെ ഞങ്ങൾ 31-ാം തീയതി വീണ്ടും പോയി. പിന്നെ 31-ാം തീയതി പോയപ്പം ഇന്നലെ ഞങ്ങൾ അന്ന് രാവിലെ 9 മണി മുതൽ രാത്രി 8:30 വരെ ഞങ്ങൾ മുതലാളിയുടെ ഹെഡ് ഓഫീസിൻ്റെ വാതിലിൽ കിടന്ന് ഞങ്ങൾക്ക് ഗേറ്റ് തുറന്നു തന്നില്ല. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലായിരുന്നു ആ ഏരിയയിൽ. ഞങ്ങൾ രാത്രി വരെ ഇവിടെ കിടന്നപ്പം പിന്നെ ഞങ്ങൾക്ക് ന്യൂ ഇയറിൻ്റെ ആഘോഷം പിള്ളേരെല്ലാം വല്ലാതെ വരുന്നത് കൊണ്ട് ഞങ്ങൾ അന്ന് നിർത്തി. ഞങ്ങൾ അവരോരോ വീട്ടിൽ പോരുന്നു. പിന്നെ ഇന്ന് എല്ലാം പറഞ്ഞ് ഇന്ന് ഞങ്ങൾ ചെന്ന് രാവിലെ 9 മണിക്ക് മുതൽ ഞങ്ങൾ വൈകിട്ട് 5 മണി വരെ മുതലാളിയുടെ ഹെഡ് ഓഫീസിൽ ഇരുന്ന് മുതലാളി വന്ന്, SI വന്ന്, വനിതാ പോലീസ് വന്ന്, എല്ലാവരും വന്ന് ഞങ്ങളുടെ അടുത്ത് മുതലാളിക്ക് അകത്ത് കയറി ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അകത്ത് ഗേറ്റ് ഉറപ്പിച്ച് ഞങ്ങൾ ചെന്നപ്പം മുതലാളി പറഞ്ഞ വാക്കാണിത്. ഇപ്പോഴെങ്ങും മുതലാളിക്ക് ഒരു ഡേറ്റ്, കറക്റ്റായിട്ടൊരു ഡേറ്റ് ഇനിയും പറയാൻ ഒക്കത്തില്ല. കമ്പനി 6.5 കോടി മുതലാളി അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എപ്പം മേടിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ അവകാശം വേണം. മുതലാളി ഒരു ഡേറ്റ് കറക്റ്റ് പറയാത്തത് കൊണ്ട് ഞങ്ങൾ വീണ്ടും മാമ്മൂട്ടി കാശി കമ്പനി വന്നിരിക്കുകയാണ്. ഞാനിവിടെ ഈ ഫാക്ടറിയിൽ ജോലിക്ക് കയറിയത് 1995-ലാണ് ജോലിക്ക് കയറിയത്. 95 ജോലിക്ക് കയറിയിട്ട് ഞാൻ അന്ന് മുതൽ ജോലി ചെയ്യുക. എന്നെ ഇവിടെ ഞാൻ പാവാട ഉടുപ്പിട്ട് കയറിയ കാലമാണ്. പിന്നീടാണ് എന്നെ കല്യാണം കഴിച്ചത് പോലും. അത്രയും പ്രായം മുതൽ നമ്മളിവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം നമ്മൾ ആ ജോലി ചെയ്തിട്ട് 2015 വരെ നമ്മൾ നല്ല രീതിയിൽ ജോലി നടന്നുകൊണ്ട് പോയിരുന്നു. ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ്. ഇവിടെ ഞങ്ങളുടെ മുതലാളി ഞാനിവിടെ കയറുന്ന കാലത്ത് വാസ്നായിക്ക് മുതലാളിയായിരുന്നു. പിന്നീട് ആ മുതലാളി ഞങ്ങളുടെ ഈ ഫാക്ടറി അയാളുടെ ബാധ്യത മൂലം എന്തോ ഈ നട്ട്സ് സർവ്വ അവകാശവും കൊടുത്ത് ഈ മുതലാളിക്ക് കൈമാറി. എല്ലാ രേഖകളും ഉൾപ്പെടെ കൊടുത്തിട്ട് പറഞ്ഞ് പിരിയുമ്പോൾ നമ്മൾ വാസ്നായിക്ക് ചെയ്യിച്ച ആ അവകാശം കൂടി ഈ മുതലാളി തരണമെന്നും പറഞ്ഞുള്ള കരാറ് വെച്ചാണ് നമ്മളതിനകത്ത് ജോലിക്ക് എല്ലാവർക്കും കാർഡ് കൊടുത്തെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുക. 2015 നമ്മളെ ഇവിടെ നവംബർ മാസത്തിൽ ജോലിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതാണ്. ഒരാഴ്ചയ്ക്കകം ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷേ അത് തൊഴിലാളികളുടെ കുറ്റം കൊണ്ടല്ല, അന്നിരുന്ന മാനേജ്മെൻറ്റും സ്റ്റാഫുകളാണെന്ന് നമുക്കറിയില്ല ആരുടെ പക്ഷത്താ. തൊഴിലാളികൾക്കൊരു തെറ്റുമില്ല. തൊഴിലാളികളല്ലല്ലോ കൂലി കൂട്ടുന്നതും കുറയ്ക്കുന്നതും ജോലി ചെയ്യിപ്പിച്ചതൊന്നും ഞങ്ങളല്ല. അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല എന്ത് കാരണത്താൽ ആ കമ്പനി പൂട്ടിയെന്ന്. പക്ഷേ നവംബർ മാസത്തിൽ ഞങ്ങൾ ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ വർഷ കാലാവധി തൊട്ട് അന്ന് തൊട്ട് പിരിയുന്ന ഒരൊറ്റ തൊഴിലാളികൾക്കും ഈ മുതലാളി അവകാശം കൊടുക്കത്തില്ല. മറ്റ് ഫാക്ടറികളിലെ എല്ലാ മുതലാളിമാരും പിരിയുന്ന വർഷം ജോലി നടത്തിയില്ലേലും അവകാശം കൊടുത്തുകൊണ്ടിരിക്കുക. ഈ മുതലാളി അത് കൊടുക്കത്തില്ല. ഈ മുതലാളി കൊടുക്കാതെ ഇങ്ങനെ ഇട്ടിരുന്ന് വെച്ചും അയാൾക്ക് ബാധ്യതയാണ്, കടമാണെന്ന് പറഞ്ഞ്
ഇയാളിങ്ങനെ ബാങ്കുകളിൽ ഞങ്ങളെ തലയെണ്ണി തൊഴിലാളികളെ പാവപ്പെട്ട തൊഴിലാളികളുടെ തലയെണ്ണി കാശ് വാങ്ങിച്ചു കൊണ്ട് കടം കയറ്റിയിട്ട് അയാൾ ഉന്നതനായി പണക്കാരനായി പോയതേ ഉള്ളൂ. പാവപ്പെട്ട തൊഴിലാളികൾ ഇപ്പോഴും രോഗികളായി, ക്യാൻസർ രോഗികൾ, പല പല അസുഖങ്ങളായിട്ട് രോഗികൾ ഇപ്പോഴും കിടക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും ജോലിക്ക് പോവുക. ഇപ്പം ഞങ്ങളൊരു തീരുമാനമെടുത്ത് തൊഴിലാളികൾ കുറച്ച് നാളായിട്ട് മുതലാളിയുടെ വീട്ടിൽ കയറി ഇറങ്ങി എന്തായാലും ഇതിനൊരു തീരുമാനമുണ്ടായി. ഞങ്ങൾ നവംബർ മാസത്തിൽ അവിടെ ചെന്നപ്പോൾ മുതലാളി ഒരു തീരുമാനം പറഞ്ഞു. ഈ ഫാക്ടറിയിൽ നിന്നും ഐമാൾ മുതലാളി ഈ ഫാക്ടറി അഡ്വാൻസ് ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങളുടെ അവകാശം ഡിസംബർ 31 തരുമെന്ന് ഈ മുതലാളി ഞങ്ങളടുത്ത് ആദ്യം കൺവീനേഴ്സായി ഞങ്ങളടുത്ത് വാഗ്ദാനം ചെയ്തു. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, മുതലാളി പുറത്ത് വന്ന് തൊഴിലാളികളോട് പറയണമെന്ന്. മുതലാളി പുറത്തിറങ്ങി വന്ന് തൊഴിലാളികളോടത്ത് അയാളായിട്ട് വാഗ്ദാനം ചെയ്തു, ഡിസംബർ 31 ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുമെന്ന്. ആ കാരണത്താൽ അന്ന് തൊഴിലാളികളെല്ലാം പിരിഞ്ഞു പോയിട്ട് ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിന്മേൽ നിന്നിട്ട് ഞങ്ങൾക്കൊരു സംശയം കൊണ്ട് വീണ്ടും ഞങ്ങൾ ഡിസംബർ 10 ഞങ്ങൾ കൺവീനേഴ്സ് മുതലാളിയെ കാണാൻ സമീപിച്ചു. മുതലാളിയെ കണ്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് അന്നേരവും ഞങ്ങൾ ചോദിക്കുന്നു, മുതലാളി ഇതിനകത്ത് ഡേറ്റ് വല്ല മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം. ഡിസംബർ 31 ഞങ്ങൾ വരുമ്പം പിന്നെ അത് പറയരുതില്ല, ഇന്ന് ഡിസംബർ 10 ആയുള്ളൂ, ഡിസംബർ 31 ആവുമെന്ന്. ഞങ്ങൾ അത് അംഗീകരിച്ച് ഞങ്ങൾ കൺവീനേഴ്സ് തിരിച്ചു പോരുന്നു. ഡിസംബർ 28 ആയപ്പം 27 ഞാൻ ആ ഡ്രൈവറെ വിളിച്ചിരുന്നു. അതിനുമ്പോൾ മുതലാളി പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡ്രൈവറെ വിളിക്കാൻ. ഞാൻ ഡ്രൈവറെ വിളിച്ചപ്പോൾ ഡ്രൈവർ എന്നോട് പറഞ്ഞു, അത് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക ചേച്ചി, തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചില്ല. ഞങ്ങൾ ഡിസംബർ 31 ഞങ്ങൾ മുതലാളിയുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ അവിടെ രാവിലെ തൊട്ട് 9 മണിക്ക് ചെന്ന് ഞങ്ങൾ രാത്രി 8-9 മണി വരെ അവിടെ ഇരുന്ന്. ഈ മുതലാളി രാവിലെ അയാളുടെ ഉമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു പറഞ്ഞ് ഞങ്ങൾ പോയി. അതുവരെ ഉമ്മ അവിടെ ഉണ്ടായിരുന്നു പറയുന്നത് നമുക്കറിയില്ല കള്ളമാണോ സത്യമാണോ എന്ന്. എന്തായാലും ഇയാൾ പോയിട്ട് ഞങ്ങൾ 8 മണിയോളം പോലീസ് ഇടപെട്ട് പോലീസ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് അവിടെ കായൽ തീരമില്ലേ, 2 കായൽ വാരമാണ്, കായൽ തീരം ആയതുകൊണ്ട് കുട്ടികളൊക്കെ അവിടെ ആഘോഷിക്കാൻ വരും. അപ്പം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങളെ നോക്കണം അവരെ നോക്കണമല്ലോ. ആ ഒരു തീരുമാനം കൊണ്ട് നിങ്ങൾ ഇന്ന് പോയിട്ട് അവർ മുതലാളിയെ വിളിച്ചപ്പോൾ മുതലാളി പറഞ്ഞ് ഇന്നലെ വരുമെന്ന്, ജനുവരി 1 വരുമെന്ന്. ഞങ്ങൾ അത് കേട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നു. ഇന്നലെ ജനുവരി 1 ഇന്ന് ജനുവരി 2 ഞങ്ങൾ രാവിലെ 9 മണിക്ക് അവിടെ ചെന്ന് ഈ വൈകിട്ട് 4 മണി വരെ ഇരുന്നപ്പോഴും മുതലാളിയെ വിളിക്കുമ്പോൾ മുതലാളി പറയുന്നത് അവിടെ ഇല്ല എന്നായിരുന്നു. 4 മണിയാവാറായപ്പോൾ മുതലാളി ഡ്രൈവറെ കൊണ്ട് എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി എന്താ ഡിമാൻഡ് എന്ന്. ഞാൻ പറഞ്ഞു ഡിമാൻഡ് എന്താ, ഞങ്ങൾക്ക് അവകാശം വേണം, മുതലാളി ഞങ്ങൾ പറഞ്ഞ അനുസരിച്ച് വന്നയാളെന്ന് പറഞ്ഞു. അപ്പം ഡ്രൈവർ നേരിട്ട് വന്നിട്ട് എൻ്റെ ഫോണിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മുതലാളി വന്ന് പറയണമെന്ന്. ഡ്രൈവർ വന്ന് സംസാരിച്ചപ്പോൾ ഡ്രൈവർ വന്ന് പറഞ്ഞു മുതലാളി ആശ്രാമ മൈതാനത്തിയല്ല. ഞാൻ ചോദിച്ചു അതെന്തോത്തിന് ആശ്രാമ മൈതാനമാണോ മുതലാളിയുടെ വീട്, ഞങ്ങൾ 2 മുതലാളിയുടെ വീടിൻ്റെ വാതിലിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു. അത് കേട്ടില്ല. മുതലാളി അവസാനം ഡ്രൈവർ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റൗണ്ട് ചെയ്ത് വന്നിട്ട് പറഞ്ഞ് മുതലാളി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു, 10 മിനിറ്റിനുള്ളിൽ വരുമെന്ന്. ആശ്രാമത്തേക്ക് മുതലാളി എതിലേ വന്നത് ഞാൻ കണ്ടില്ല, ഞാൻ കാണാതെ ദിവ്യശക്തി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണാൻ മുതലാളി അയാളുടെ റൂമിൻ്റെ മുകളിൽ നിൽക്കുന്നു. അതെങ്ങനെ വന്നെന്ന് ഞങ്ങൾ കണ്ടില്ല. രാവിലെ തൊട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുവാണല്ലോ, അയാൾ ക്യാമറയ്ക്കകത്തൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് 4 മണിയായപ്പോൾ അകത്ത് കയറി ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കയറി വരത്തില്ല, ഞങ്ങൾ തൊഴിലാളികൾ മാത്രം അതിനകത്ത് കയറിയ ഈ മുതലാളി നാളെ ഒരു സമയത്ത് പറഞ്ഞുണ്ടാക്കും തൊഴിലാളികൾ അതിനകത്ത് കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന്. അത് ഞങ്ങൾക്കറിയാം. ഇയാൾ ഹൈക്കോടതിയിൽ സ്റ്റേ ഓർഡർ മേടിക്കുന്ന ഒരു വ്യക്തിയായി മുതലാളി എന്ന് പറയുന്ന വ്യക്തി അൻസാർ നജീം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ട്. എൻ്റെ പേരിൽ ഇതിന് മുമ്പും കേസുണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് മാത്രമല്ല, ഞങ്ങൾ ഈ ANS ഫാക്ടറി ഇതിന് മുമ്പ് സമരം ഇരുന്നപ്പോഴും നമ്മുടെ പേരിൽ 100 മീറ്റർ ചുറ്റളവിൽ ചെല്ലാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കേസ് എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കും. അതൊക്കെ അത് അന്ന് നേരത്തെ നടന്ന കാര്യം. അന്ന് നമ്മുടെ ഭാഗത്ത് ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റാഫുകളായിരുന്നു നമുക്ക് അന്നെതിരെ. ഇപ്പോൾ സ്റ്റാഫുകൾക്കും ആ വീഴ്ച പറ്റിയപ്പോൾ എന്തായെന്ന് പറയുമ്പോൾ സ്റ്റാഫുകൾ ഇപ്പോൾ വീണ്ടും നമ്മളോടായി പോയി, തൊഴിലാളിയോടൊപ്പം ആയി. അവർക്ക് മനസ്സിലായി അവർക്കും ഞങ്ങളോടുണ്ടെങ്കിലേ അവർക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് തൊഴിലാളികൾ 10-30 പേര് കാണുമായിരിക്കും. എൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറയാം, അത്രയും തൊഴിലാളികൾ കുറച്ച് പേര് മുതലാളിക്കെതിരെ കേസ് ഫയൽ ചെയ്ത്. ഞാൻ കേസ് ഫയൽ ചെയ്തില്ല. മുതലാളി പറഞ്ഞ വാക്കനുസരിച്ച് ഞങ്ങൾ ഡിസംബർ 31 അയാൾ തന്നില്ലല്ലോ. ഇന്ന് ചെന്നപ്പോൾ അയാൾ പറയുക ഞങ്ങൾ അകത്ത് ചർച്ചയ്ക്ക് കയറി, പോലീസുമായിട്ടാണ് ചർച്ചയ്ക്ക് കയറിയത്. നാളെ ഞങ്ങളുടെ ഭാഗത്തൊരു കുറ്റം ഉണ്ടാവരുത്, അതിനാണ് ഞങ്ങൾ കയറി ചെന്ന് ഞങ്ങളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ചർച്ചയ്ക്ക് വിളിക്കുന്നൊരു മുതലാളി അങ്ങനെയല്ല പെരുമാറേണ്ടത്. നമ്മളങ്ങോട്ട് അകത്ത് കയറിയപ്പോൾ തന്നെ മുതലാളി ആ മേശപ്പുറത്ത് 2 അടിയും അടിച്ചും വെച്ച് ഫയലുകളൊക്കെ പറക്കി പടപട ഇങ്ങനെ അടിച്ചെറിച്ചും വെച്ച് ഞങ്ങളോട് പ്രകോപിതനായി ചൂടായി. അപ്പം ഞാനും ചൂടായി സംസാരിച്ച്, ഇങ്ങനെയാണോ മുതലാളി ചർച്ചയ്ക്ക് വിളിക്കുന്നതെന്ന് ചോദിച്ച്. നമ്മളാരും ഇങ്ങനെയല്ല, ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എപ്പോഴും സൗമ്യമായി
നമ്മൾ സഹകരിച്ച് പോകുന്ന രീതിയിലാണ് ചർച്ചയെന്ന് പറയുന്നത്. അതാണ് ഇത്. അയാൾ ചുമ്മാ ഞങ്ങളെ അടിക്കാൻ വരുന്ന കണക്ക് അടിച്ചില്ലെന്നേ ഉള്ളു. അത്ര രീതിയിൽ സൗഹൃദം അയാളും അയാളുടെ മകനും കൂടെ ചൂടായി വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് CI ഇടപെട്ട് മകനെ ചൂടായി സംസാരിച്ചു പറഞ്ഞ് നിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കും, ഞങ്ങൾ മേലാൽ ഇത് നീ ആവർത്തിക്കരുത് പറഞ്ഞ് മകനെ ഒഴിവാക്കിയതിൽ മകൻ അങ്ങോട്ട് മാറി നിന്ന്. അപ്പോൾ ഞങ്ങൾ ചർച്ചയിൽ ഇയാൾ അടുക്കുന്നില്ല ഒരു കാരണവശാലും. ഞാൻ ഇറങ്ങി ഇനി പുറത്തു വരും. ചർച്ചയിൽ നല്ല മുതലാളിയല്ലേ, പിന്നെ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? അപ്പം ഞങ്ങൾക്ക് വാശിയായി. റഹീം മുതലാളി എന്ന് ഞങ്ങളുടെ മുതലാളി 6.5 കോടിയാണ് അഡ്വാൻസ് മേടിച്ചിരിക്കുന്നത്. ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ വിയർപ്പല്ലേ. എത്ര കമ്പനി ഉണ്ടെന്നറിയാമോ അയാൾക്ക്? എത്ര എല്ലാ ഫാക്ടറിയും അടിച്ചു പൂട്ടിയിട്ടേക്കും അയാൾ. അതങ്ങനെ ഇന്നോട്ട് അത് നമുക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഫാക്ടറി അതായത് ചന്ദനത്തോപ്പ് മാമൂട് ഫാക്ടറി AA നട്ട്സ് അത് ഞങ്ങളുടെ ഫാക്ടറിയാണ്. ഞങ്ങളിവിടെ ജോലി ചെയ്ത് ഞങ്ങളിപ്പോഴും പിരിയാത്ത തൊഴിലാളികളാണ്. പിരിഞ്ഞ തൊഴിലാളികളും ഉണ്ട്. അവർക്ക് അവരുടെ അവകാശം പിരിഞ്ഞ തൊഴിലാളികൾക്കും കൊടുക്കണം, പിരിയാത്ത തൊഴിലാളി ഞങ്ങൾക്കും അവകാശം തന്ന് വിടണം. ഞങ്ങൾ ഇനി ഇത്രയും നാൾ മുതലാളിക്ക് കടബാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇനി നമ്മൾ ചെയ്യില്ല. ഡിസംബർ 31 അയാൾ തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആ 2023 വരെ മേടിച്ചേനെ. ഇനി ഞങ്ങളിപ്പോൾ 2024 തുടങ്ങി. ഈ 2024 പൈസ അവരുള്ള അവകാശം തരാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ഒരു കോംപ്രമൈസില്ല. ഈ കമ്പനി അയാൾ ഇനി അയ്മാൾ മുതലാളിക്ക് കൊടുക്കണമെങ്കിൽ അയ്മാൾ മുതലാളിയായിട്ടാണുള്ളൂ നമ്മളിനി ചർച്ച. ഇനി ഞങ്ങളുടെ മുതലാളിയായിട്ടല്ല ചർച്ച. ഈ ഫാക്ടറി വാങ്ങുന്ന ആരാണോ ആ മുതലാളി വന്ന് എന്തായാലും 6.5 കോടി കൊടുത്ത ആൾ ചുമ്മാതിരിക്കത്തില്ലല്ലോ. അയാളുടെ പൈസയ്ക്ക് അധ്വാനിച്ച പൈസയ്ക്ക് ഇതാക്കണ്ടേ. ആ മുതലാളി വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞ് അവരായിട്ടോ അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇടപെട്ട് നമ്മുടെ പൈസ ഞങ്ങൾ ഈ തൊഴിലാളികൾക്ക് വാങ്ങിച്ചിട്ടേ ഞങ്ങൾ ഇത് സമരത്തിൽ നിന്ന് പിന്മാറത്തുള്ളൂ. അല്ലാതെ ഈ കമ്പനി എഴുതാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇന്ന് ഞങ്ങൾ ചിലപ്പോൾ പുറത്തിരിക്കുമായിരിക്കും, നാളെ ഞങ്ങൾ ഇതിനകത്ത് കയറിയിരിക്കും. ഇപ്പോൾ അതിനാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുക. ഇതിനൊരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളിവിടെ കാത്തിരിക്കുക. ഈ ഫാക്ടറിയുടെ മുന്നിലേക്ക് ഇവിടുത്തെ തൊഴിലാളികൾ ഒരു അവകാശ സമര ഡിമാൻഡുമായിട്ടാണ് ഇന്ന് ഇത്തരമൊരു പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് കാരണം 15 കൂട്ടിയ ഫാക്ടറിയിൽ ഇന്നിപ്പോൾ ഈ ഫാക്ടറിയുടെ പുരേടവും മറ്റുമെല്ലാം വിലയാധാരം കൊടുക്കുന്നതിനാവശ്യമായ എഗ്രിമെൻ്റ് നടന്നു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ നടത്തിയ ചർച്ചയിൽ കഴിഞ്ഞ നവംബർ മാസവും ഡിസംബർ 31 മുഴുവൻ തൊഴിലാളികൾക്കും ഗ്രാറ്റുവിറ്റി ആനുകൂല്യം കൊടുത്തുകൊള്ളാം എന്ന് തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ ഈ മാനേജ്മെൻറ്റ് അഭിപ്രായം രേഖപ്പെടുത്തുകയും അത്തരത്തിലുള്ള തീരുമാനമെടുത്ത് പിരിയുകയുണ്ട്. 2023 ഡിസംബർ 31 ഈ തുക കൈപ്പറ്റാനും ആനുകൂല്യ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റിനെ കാണാൻ മാനേജ്മെൻറ്റ് വസതിയിലും അദ്ദേഹത്തിൻ്റെ ഹെഡ് ഓഫീസ് അടങ്ങുന്ന വീടിന് മുന്നിലും കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ പ്രതിഷേധ സമരമായി തൊഴിലാളികൾ മുന്നോട്ട് പോകുകയാണ്. കേരളത്തിലെ കശുവണ്ടി വ്യവസായം വലിയ പ്രതിസന്ധിയിലാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ആ പ്രതിസന്ധിയും ഈ കശുവണ്ടി മാനേജ്മെൻറ്റുമായിട്ട് യാതൊരു വിധമായ ബന്ധമില്ല. കാരണം ഇന്നിപ്പോൾ ഈ പുരേടവുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം ബാങ്കിൽ നിന്നെടുത്ത് ഇത് കച്ചവടത്തിൻ്റെ തർക്കം നടക്കുകയാണ്. ഏതാണ്ട് 3-4 കോടിയിലധികം രൂപ ഇതിൻ്റെ വിലയാധാരത്തിൻ്റെ ഭാഗമായി മാനേജ്മെൻറ്റ് വാങ്ങി. അപ്പോൾ ആ വാങ്ങിയ തുകയിൽ നിന്ന് വളരെ കുറച്ച് തുക മാത്രം അവകാശങ്ങളായി ലഭിക്കേണ്ട ഈ തൊഴിലാളികളോട് പറഞ്ഞ ആ ദിവസത്തെ ഈ മാനേജ്മെൻറ്റിൻ്റെ ലംഘനത്തിനെതിരെയാണ് ഇന്നിപ്പോൾ ഈ പാതിരാത്രി അതിശക്തമായ പ്രതിഷേധമാണ്. 35-40 വർഷക്കാലം ഓരോ തൊഴിലാളിയും പണിയെടുത്ത അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി പിടിച്ച തുക അതാണ് ഗ്രാറ്റുവിറ്റിയായി കൊടുക്കുന്നത്. മാനേജ്മെൻറ്റ് ഒരു ഔദാര്യമല്ല. അപ്പം മറ്റ് കശുവണ്ടി പ്രതിസന്ധികളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സമരത്തെയും തൊഴിലാളികളുടെ ആവശ്യത്തെയും നിരാകരിക്കുന്ന ഒരു നിലപാട് നമ്മുടെ പൊതുസമൂഹം സ്വീകരിക്കുന്നത് വളരെ തെറ്റാണ്. അടിയന്തരമായി ഇത് വാങ്ങുന്ന ആളുകളും ഇതിൻ്റെ മാനേജ്മെൻറ്റും വളരെ ഉത്തരവാദിത്തപൂർവ്വമായി അർഹതപ്പെട്ട അവകാശം ഈ തൊഴിലാളിക്ക് കൊടുക്കാൻ തയ്യാറാകണം. അത് തയ്യാറാകാത്ത പക്ഷം തൊഴിലാളിയും പൊതുസമൂഹവും രാഷ്ട്രീയ നേതൃത്വം അടക്കം അതിശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗത്തേക്ക് പോകും. അതിൻ്റെ സൂചനയാണ് ഈ സമരം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.